Good evening all. Welcome to the 8th session of our orientation program. So ഇന്നത്തെ നമ്മുടെ സെഷന്റെ പേര് വരുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു PG അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലൊക്കെ ഉണ്ടാവും അല്ലെ. ആ ഒരു പ്രോപ്പർ ഒരു കരിയർ ഗൈഡൻസ് അതെല്ലാവർക്കും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. വാട്ട് ഇസ് ആഫ്റ്റർ യുവർ BA or MA എന്നുള്ളത്. ഇന്നത്തെ ഒരു സെഷൻ വരുന്നത് മെയിൻലി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഒരു കരിയർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇന്ന് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ബിഫോർ ഐ വെൽക്കം ഹെർ, ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സും അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലുള്ള ദുർഗ മാം, അശ്വതി മാം, നിങ്ങൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. And most importantly, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സീത മാം. It's my privilege to welcome Sita ma'am to our career guidance session. A passionate educator and scholar. She holds an MA in English, a B.Ed, and she is currently pursuing a PhD at MG University. With a deep expertise and inspiring journey, she is here to illuminate exciting career path for aspiring minds. So ഇന്നത്തെ ഈ ഒരു സെഷന് നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സീത മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. So, Sita ma'am. So thank you for a wonderful introduction. So as she told, I'm Sita. ഞാൻ ഇപ്പോൾ PhD ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കരിയർ ഗൈഡൻസ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കരിയർ ഗൈഡൻസ്, പിന്നെ ഈ ഒരു കോഴ്സിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണല്ലേ. BA ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഉണ്ട്, MA ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഉണ്ട്, രണ്ട് കൂട്ടരും ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് വളരെയധികം ഒരു നല്ലൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കറേജ് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കറേജ് കാണിച്ച് നിങ്ങൾ മുമ്പോട്ട് വന്നതിന് എ ബിഗ് ക്ലാപ്പ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയൊരു കറേജ് ആണ് നിങ്ങൾ ഈ ഒരു വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പല സിറ്റുവേഷനിൽ നിന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അതിനോടൊപ്പം തന്നെ സ്റ്റഡീസ് കൊണ്ടുപോകുന്നവരായിരിക്കാം. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കരിയർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സീഡ്സ് ബിഗ് ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിയാണ്. അപ്പൊ നിങ്ങൾ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല, കാരണം എന്റെ തന്നെ സ്റ്റോറിയാണ്. അപ്പൊ ഇവിടെ എ സ്മോൾ സീഡ്സ് ബിഗ് ഡ്രീം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഫാമർ ഉണ്ട്. അപ്പൊ ആ ഫാമർ കുറെ സീഡ് ഇങ്ങനെ എടുത്തിട്ട് എല്ലാം ഒരേപോലെ ഒന്നിച്ച് അങ്ങ് വിതയ്ക്കുകയാണ്. എല്ലാം കൂടി കൊണ്ടുവന്ന് അയാളുടെ ഫീൽഡിൽ അങ്ങ് വിതയ്ക്കുകയാണ്. വിതച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തളിരിടാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി. അങ്ങനെ നമ്മളുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മുടെ ഒരു കൊച്ചു സീഡ് പതുക്കെ ഇങ്ങനെ വളരുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് അവനിങ്ങനെ മുള പൊട്ടി അവന്റെ ഫസ്റ്റ് തളരൊക്കെ വന്ന് അവൻ പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡ് ആണ്. ചുറ്റുമുള്ളവര് എന്താണ്, തളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, വളരുന്നു, ആകെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി വന്നപ്പോ പക്ഷെ ഓരോ ദിവസവും അവനിങ്ങനെ പുറത്തേക്ക് നോക്കി ഇരിക്കുമ്പോൾ എന്താ പറ്റിയേ, അവന് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനിലേക്ക് വരികയാണ്. അവനിലേക്ക് നോക്കുമ്പോൾ ഞാൻ വളരുന്നില്ല, ഞാൻ അവരുടെ ഒപ്പം എത്തുന്നില്ല അല്ലെ, എന്നെക്കാളും നന്നായിട്ട് മറ്റൊരാൾ വളരുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് എനിക്ക് വളരാൻ പറ്റാത്തത് എന്നൊക്കെ ഭയങ്കര സങ്കടപ്പെട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ട് അവനിങ്ങനെ ഇച്ചിരി ഒന്ന് വാടി നിൽക്കുന്ന പോലെ തോന്നും. അപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരു വലിയ ചെടി അവനോട് ചോദിക്കും, എന്ത് പറ്റി, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുന്നത്, നിനക്ക് എന്താ വിഷമം, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു കൊച്ചു സീഡ് പറയും, നോക്ക്, എന്റെ ഒപ്പം വന്നവരാണ്, അവരെല്ലാവരും വളർന്ന് ഇത്രയും വലുതായി, ഇങ്ങനെയായി അങ്ങനെയായി, പക്ഷെ എനിക്ക് വളരാൻ പറ്റുന്നില്ല. അപ്പൊ ഉടനെ ഈ ഒരു ചെടി ചിരിച്ചിട്ട് പറയും, എന്താ പറ്റിയെന്നറിയോ, നീ ശരിക്കും പറഞ്ഞാല് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ ഗ്രോത്തിലാണ് നീ ഫോക്കസ് ചെയ്തത്. യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഓൺ ഗ്രോത്ത്. നമ്മുടെ സ്വന്തം ഗ്രോത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം ഗ്രോത്തിലാണ്, നമ്മുടെ സ്വന്തം ഡെവലപ്മെന്റിലാണ്. ഗ്രോത്തും ഡെവലപ്മെന്റും ഈ രണ്ട് കാര്യങ്ങളും ഇറ്റ്സ് നോട്ട് എ റേസ്. ഇതൊരു റേസ് അല്ല, ഓടി ജയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഓടിയെത്തുക, ഒരേപോലെ ഓടിയെത്തുക, അങ്ങനെ പറയുന്ന ഒരു റേസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയും. സോ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. ഇറ്റ്സ് എ ജേർണി, ഒരു ജേർണിയാണ്, ഒരു ട്രാവൽ ആണ് അല്ലേ. നമ്മളൊരു ജേർണിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ജേർണിയിൽ ഒരു പക്ഷെ ചിലർ പെട്ടെന്ന് എത്താം, ചിലർ പതുക്കെ ആയിരിക്കാം. അപ്പൊ അവർക്ക് ഓരോന്നിനും ഓരോരുത്തരുടേതായ പേസ് ഉണ്ട്, ഒരു സ്പീഡ് ഉണ്ട്, ഓരോരുത്തരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ ചിലർ പെട്ടെന്ന് നേരത്തെ പ്ലേസ്ഡ് ആവാം,
അപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര വിഷമമാവും. നമ്മുടെ ഒപ്പം തുടങ്ങിയവരാണ്, അവർ പ്ലേസ്ഡ് ആയി, അവരിവിടെ എത്തി, അവിടെ എത്തി എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇച്ചിരി പേസ് നമുക്ക് താമസിച്ചിട്ടാണെങ്കിലും നമുക്കും ഒരു പേസ് ഉണ്ട്. നമ്മുടേതായ സ്പീഡ് ഉണ്ട്. പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡാണല്ലോ. അപ്പൊ ആ പേസിൽ നമ്മൾ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഓരോ സമയങ്ങളിലായിരിക്കും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരുക. അപ്പൊ അതുകൊണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സ്വന്തം പേഴ്സണൽ ഗ്രോത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റും ഗ്രോത്തും പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ഫോക്കസ് ഉണ്ടാവണം. അപ്പൊ ആ ഒരു ഫോക്കസിലേക്ക് നയിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 90% ആൾക്കാരും ആകെ അറിയാവുന്നത് ടീച്ചിങ് ജോബിലേക്ക് പോവുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തിട്ട് ടീച്ചർ ആകാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം കൂടുതൽ പേരും വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് കൂടാതെ ഒരുപാട് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാർക്ക്. നമുക്ക് ഓരോന്നുമായിട്ട് അങ്ങ് നോക്കാം അല്ലെ? അപ്പൊ ഞാൻ എന്റെ PPT ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കൊടുക്കാണ്. ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്? ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ പറയാ നമ്മള് ഒരു ഡീറ്റെയിൽഡ് പ്ലാനിനാണ് പറയുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഡീറ്റെയിൽഡ് പ്ലാനിങ് ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലേൺ വൈസ് ഇവിടെ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ? ആ ഒരു ജേർണി നമ്മൾ ആ ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് അത് പഠിച്ചാൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമേ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ? വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ബിഗിനിങ്ങിൽ തന്നെ നമുക്കൊരു ഗോൾ ഉണ്ടാവണം, നമുക്കൊരു വിഷൻ ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവണം. ആ ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ നടത്തിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് ആവശ്യമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പല പ്ലാനിങ്ങുകൾ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്തിലേക്ക് എത്തണം എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലൂടെ തീരുമാനിക്കാം. അപ്പൊ ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്. ഓക്കെ. അപ്പൊ ഒരു വാട്ട് യു വോണ്ട് ടു ബി ഇൻ ഫ്യൂച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളതിന്റെ ഒരു വിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഒരു പ്ലാനിങ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലാനിങ്ങിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് 5 കാര്യങ്ങൾ ആവശ്യമാണ്. ഓക്കെ. നമുക്കൊരു 5 കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു വിഷൻ എത്തിച്ചേരണം എന്നൊക്കെയുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഗോൾസ് ഉണ്ടായിരിക്കണം. ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് അങ്ങനെയൊക്കെ പോവാം, ചിലർക്ക് കോണ്ടന്റ് റൈറ്റർ ആയിട്ട് മാറാനായിരിക്കാം, അങ്ങനെ പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കുറച്ച് ഗോൾസുകൾ സെറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് തിങ് നമുക്ക് ആദ്യം ആ ഒരു ഡിഗ്രി എഴുതിയെടുക്കണം. അതിനുശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ കോണ്ടന്റ് റൈറ്റർ അങ്ങനെയുള്ള ഇതിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറെ സർട്ടിഫിക്കറ്റ്സ് കിട്ടേണ്ടതുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സസ് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യണം. പിന്നെ അതിനുശേഷം ഈ കാര്യം വിഷനും ഗോൾസും ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി വേണം അല്ലെ? നല്ലൊരു ഒരു 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 പ്ലാനിങ് വേണം. അതാണ് സ്ട്രാറ്റജീസ്. അപ്പൊ ഇത് എങ്ങനെ നേടിയെടുക്കാം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതാണ് സ്ട്രാറ്റജീസ്. ഓക്കെ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ടൈം ലൈൻ വേണം. ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നമുക്കൊരു ടൈം ലൈനിൽ ഇത് തീർക്കണം. നമ്മുടെ കോഴ്സ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. നിങ്ങൾ യു വിൽ ബി ഫിനിഷിംഗ് ദിസ് കോഴ്സ് ബൈ നെക്സ്റ്റ് ഇയർ, അല്ലെങ്കിൽ PGക്കാരാണെങ്കിൽ വിത്തിൻ 2 years നിങ്ങൾ ഫിനിഷ് ചെയ്യും. അതുകൂടാതെ ഡിഗ്രിക്കാർ അതിനൊപ്പം ഫിനിഷ് ചെയ്യും. അപ്പൊ ഈ ഒരു ടൈമിനുള്ളിൽ ഐ വിൽ ബി ഫിനിഷിംഗ് മൈ ഡിഗ്രി ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി ക്ലിയറിംഗ് മൈ നെറ്റ് ഓർ സെറ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ബൈ നെക്സ്റ്റ് 6 months അല്ലെ? ആ ഒരു 6 monthsൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യും, ക്രാക്ക് ചെയ്യും. അതുകൂടാതെ നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ കോണ്ടന്റ് റൈറ്റർ അങ്ങനെയുള്ള എന്തെങ്കിലും, ഇപ്പോ നിങ്ങൾ യൂട്യൂബ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, കുറെ സർട്ടിഫിക്കറ്റ് കോഴ്സസിനെ പറ്റി പറയുന്നുണ്ട്. AI ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതുപോലത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നെക്സ്റ്റ് 6 monthsൽ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യും ആൻഡ് ഐ വിൽ ബി ഗെറ്റ് പ്ലേസ്ഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ടൈം ലൈൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ അതാണ് നെക്സ്റ്റ് വൺ. പിന്നെ നമുക്ക് വേണ്ട റിസോഴ്സസ് ആണ്. ഫിഫ്ത്ത് വൺ, റിസോഴ്സസ്. ഇതിലേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഓൾറെഡി ആ ഒരു പാതയിലാണ് അല്ലെ? നിങ്ങൾ ഫസ്റ്റ് റിസോഴ്സ് കണ്ടെത്തി നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG കണ്ടെത്താനുള്ള, PG എടുക്കാനുള്ള ഫസ്റ്റ് റിസോഴ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ ഒരു റിസോഴ്സും കംപ്ലീറ്റ് അല്ല, നിങ്ങൾ പല റിസോഴ്സുകളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഈ ഒരു റിസോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് PG അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് വേണമെങ്കിൽ അതിലും ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കോഴ്സസ് ചേരാം.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാണ്. ഫസ്റ്റ് വിഷൻ, ദെൻ ഗോൾ, ദെൻ സ്ട്രാറ്റജീസ് ആൻഡ് ദെൻ ടൈം ലൈൻ, പിന്നെ വേണ്ടത് റിസോഴ്സസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു കരിയർ ഓപ്ഷനിലേക്ക് പോവാം. അപ്പൊ ഇംഗ്ലീഷ് സ്റ്റഡീസിൽ നമുക്ക് എന്തിനാണ് ഈ ഒരു ഇംഗ്ലീഷ് സ്റ്റഡീസിന് ശരിക്കും ബ്ലൂ പ്രിന്റിന്റെ ആവശ്യം? ഇംഗ്ലീഷ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരിയർ പ്ലാനിങ്ങിൽ ആദ്യം വേണ്ടത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമുക്ക് അറിയാം, ഒരു ലാംഗ്വേജിലാണെങ്കിൽ ആദ്യം വേണ്ട ഒരു 4 സ്കില്ലുകളുണ്ട്. നമുക്കറിയാം, കൊച്ചിലെ തൊട്ട് പഠിക്കുന്നതാണ്. LSRW എന്ന് പറഞ്ഞിട്ട് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കിൽസും ഡെവലപ്പ് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ ഈ ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ 4 സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ അത് പല രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഓർക്കും, ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ അത് ചോദിക്കുന്നത് വളരെ മോശമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ AI പോലുള്ള സൗകര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്പീക്കിങ്ങിലാണെങ്കിലും ലിസണിങ്ങിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം, ചില കുട്ടികളുണ്ട്, ഞാൻ കുറച്ച് നാൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഒന്നും കയറില്ല, പക്ഷെ കയറിയില്ലെങ്കിലും അവരുടെ ലാംഗ്വേജ് ഭയങ്കര നല്ലതായിരിക്കും. എന്താണ് ഇതിന്റെ പിന്നിൽ രഹസ്യം എന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ വെബ് സീരീസുകൾ കാണാറുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന വെബ് സീരീസുകളുടെ പേരുകളും ഒക്കെ ഇങ്ങനെ ചറപറ പറയും. അപ്പൊ മനസ്സിലായി ഇതൊക്കെ സ്ഥിരമായി കാണുന്നത് കൊണ്ട് നല്ലതായിട്ട് ഇവര് ലിസൺ ചെയ്യുന്നുണ്ട്. ആ ഒരു വെബ് സീരീസിൽ നിന്ന് അവർ ലിസൺ ചെയ്യുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത്? നല്ല ലിസണർക്കാണ് നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഒരു ലിസണർക്ക് മാത്രമായിരിക്കും ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ലിസണിങ്ങും സ്പീക്കിങ്ങും അത് വളരെ ഇന്റർകണക്റ്റഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മൂവീസ് ആവാം, വെബ് സീരീസുകളാവാം, ഈ ഒരു ടാർഗറ്റ് ലാംഗ്വേജിൽ നിങ്ങൾ കാണുക. അപ്പൊ അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് വളരെയധികം ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് റീഡിങ്ങും റൈറ്റിങ്ങും. നല്ലതായിട്ട് വായിക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുക. ഓക്കെ. വായിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് എഴുതുന്നത്. നോക്കിയാൽ മതി, ഏതൊരു റൈറ്റേഴ്സിനെ എടുത്ത് നോക്കിയാലും അവർ നിറയെ കാര്യങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ നന്നായിട്ട് എഴുതുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റേഴ്സിന് ഭയങ്കര, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കേഴ്സിന് ഭയങ്കര ഡിമാൻഡാണ് ഇന്നത്തെ വേൾഡിൽ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അതേസമയം ക്രിയേറ്റീവ് തിങ്കേഴ്സും ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഈ 2 സ്കില്ലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്നുമില്ല, ആസ് എ ലാംഗ്വേജ് ലേണർ യു ജസ്റ്റ് ഹാവ് ടു ഡെവലപ്പ് ദീസ് 4 സ്കിൽസ്. ഈ 4 സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ LSRW എന്ന് പറയുന്ന ഈ 4 സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ തന്നെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞു. ഇനി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി വേണം. നമുക്കൊരു ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹയർഡ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് കൂടാതെ പുതിയൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫീൽഡാണ്, അല്ലെ? ഈ ഡിജിറ്റൽ അറീനയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയസിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ കോണ്ടന്റ് മാത്രമല്ല, അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് വരാറുണ്ട്. അവിടെ നല്ല നല്ല ക്യാച്ചി ആയിട്ടുള്ള ലാംഗ്വേജിൽ എന്താ പറയാ, ഈ ജിംഗിൾസ് പോലെ വേർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കാം കൂടുതൽ പേര്. അപ്പൊ നമ്മുടെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഫസ്റ്റ് വേണമെന്ന് പറയാം MA ഇൻ ഇംഗ്ലീഷ് ആണ്. MA ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ആ ഒരു ലാംഗ്വേജിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കിട്ടിക്കഴിയുകയാണെങ്കിൽ യു ക്യാൻ ക്ലിയർ UGC നെറ്റ്. UGC നെറ്റ് എഴുതാനുള്ള യോഗ്യതയാവും. UGC നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസറോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നെറ്റിനോടൊപ്പം തന്നെ ആ നെറ്റിൽ തന്നെ ഹയർ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JRF എന്ന് പറഞ്ഞിട്ടൊരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർച്ചിന് പോവാം. റിസർച്ചിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മന്തും ഒരു സ്റ്റൈഫൻഡ് കിട്ടും, അല്ലെ? അപ്പൊ നമുക്കൊരു ജോലി പോലെ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടും. അതുകൂടാതെ നമുക്ക് ബുക്സ് വാങ്ങിക്കാനും ഒരുപാട് ആനുകൂല്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് സ്റ്റൈഫൻഡ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ബുക്സ് വാങ്ങിക്കാൻ പൈസ കിട്ടും, താമസിക്കാനാണെങ്കിൽ പൈസ കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ JRF കൊണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ UGC നെറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പോസ്റ്റിലേക്ക് എത്തുന്നതിന് ഉപരി നമുക്ക് റിസർച്ചിലേക്ക് പോവാം. പിന്നെ റിസർച്ചിനോട് താല്പര്യം ഉണ്ടെങ്കിൽ PhD ചെയ്യാം. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ മാത്രം അതിനുവേണ്ടി ശ്രമിച്ചാൽ മതിയാവും. അപ്പോൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ പ്ലാനിങ് ഫോർ നെറ്റ് ഓർ അക്കാഡമിക് റിസർച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഏറ്റവും വേണ്ടത് ലിറ്റററി തിയറി ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വേണം. ഈ ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത് നിങ്ങളുടെ ഡിഗ്രി ആൻഡ് PG ക്ലാസ്സുകളിൽ നിന്നാണ്. PGയിൽ നമുക്ക് PGയിലും ഡിഗ്രിയിലും ഒക്കെ എന്ന് പറയുമ്പോൾ തിയറിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടും. അതിലാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്.
ആ ഒരു ബേസിക് സ്ട്രക്ചർ, അത് നമ്മുടെ ബേസ് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് എന്ത് പണിതിട്ടും കാര്യമില്ല, അല്ലെ? അപ്പൊ നമ്മുടെ ആ ഒരു ബേസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ആ ഒരു ബേസ് സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് കാര്യങ്ങൾ ആണ് നമുക്ക് ഈ പറയുന്ന ഡിഗ്രിക്കും പി ജിക്കും അതിന്റെ നെക്സ്റ്റ് ലെവൽ ആണ് പി ജി എന്ന് പറയുക. അപ്പൊ പി ജിയിലും ഒക്കെ കിട്ടുന്നത് ആ ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾക്ക്. അത് നല്ലതുപോലെ പഠിച്ചെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് സിലബസ്, ഈ പറയുന്ന MA നിങ്ങൾ എഴുതിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കണ ആ ഒരു സമയം തന്നെയാണ് നെറ്റും സെറ്റും ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലത്. അതായത് നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ MAയുടെ സിലബസ് തന്നെ ആയിരിക്കും. MAക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇഗ്നോവിന്റെ സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളിപ്പോൾ MAക്ക് വേണ്ടി പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് ബാക്കി ലിറ്ററേച്ചർ, ബാക്കി ഈ പറയുന്ന ബാക്കി യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, കേരള, MG അതുപോലത്തെ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. കൂടുതൽ അതിലേക്ക് ഇപ്പോൾ പോകണ്ട, ഇൻവോൾവ് ആണ്ട. നിങ്ങളുടെ PG ആദ്യം എഴുതിയെടുക്കുക. ഫസ്റ്റ് ഗോൾ നമ്മുടെ അതാണ്, PG എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഡിഗ്രി എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വിഷനിലേക്ക് എത്താനുള്ള ഫസ്റ്റ് ഗോൾ ആണത്. അപ്പൊ ആ ഫസ്റ്റ് ഗോളിനോടൊപ്പം അത് നല്ലപോലെ നെറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആയ നെറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളത് പഠിച്ചു പോവുക. അപ്പൊ അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഓതറിനെ പറ്റി പഠിക്കും, ആ ഒരു വർക്കിനെ പറ്റി പഠിക്കും. ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓതർ അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടുമ്പോഴത്തേക്കിനും ഈ ആളെ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയണം. ഓക്കെ, ആ ഒരാളെ നമുക്ക് എവിടെയാണ് ഈ ഒരു ടൈം ലൈനിൽ, ഹിസ്റ്റോറിക്കൽ ടൈം ലൈനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയണം. ആ ഒരു മിലിയോ, ആ ഒരു ഏജിന്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹത്തിന്റെ വർക്കിലും ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. സെമിനാർ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു ആർട്ടിക്കിൾസ് എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഈ പറയുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബ്ലോഗുകളൊക്കെ ഉണ്ടാക്കാം. സ്വന്തമായിട്ടൊരു ബ്ലോഗ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് എഴുതാം. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ സോ ഇതെല്ലാം നിങ്ങൾ ഇതിനോടൊപ്പം ഈ ഒരു PGയുടെ സമയത്ത് നിങ്ങൾക്ക് PGക്ക് വേണ്ടി പഠിക്കുന്നത് കൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ നെറ്റിന് വേണ്ടി നെറ്റ് സിലബസ് ഇന്റഗ്രേറ്റ് ചെയ്യുക. സെക്കൻഡ് തിങ് ഈസ് റൈറ്റ് സെമിനാർ പേപ്പേഴ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ജേർണൽ ആർട്ടിക്കിൾസ്, അല്ലെ, ബ്ലോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താ പറയാ, ഈ പറയുന്ന ബാക്കിയുള്ള ഗൈഡൻസ്, ബാക്കിയുള്ള ഫാക്കൽറ്റികളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന PhD ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഗൈഡൻസുകൾ ഇവിടെ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചും പറഞ്ഞും ഒക്കെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഈ പറയുന്ന PG അല്ലെങ്കിൽ UG ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൊണ്ടുപോവുക കൂട്ടത്തില്. ഈ പറഞ്ഞ സിലബസ് കവർ ചെയ്യുന്നതിന് പോരാ, ഇതുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇനി ടീച്ചിങ് ആയിരിക്കും കൂടുതലും. പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ പേരും ടീച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്കൂൾസിൽ ഹയർ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം കൂടുതൽ പേര് ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കിനും സ്കൂൾ ടീച്ചിങ്ങിന് നമുക്ക് ഈ പറയുന്ന MA അല്ലെങ്കിൽ BA മാത്രം പോരാ. ഇവിടെ നമുക്ക് BEd കൂടി വേണം. BEd കൂടി ഉണ്ടെങ്കിൽ, MA BEd ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം BA BEd മാത്രമാണെങ്കിൽ അത് ഹൈസ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ സോ അതിന് താഴത്തേക്കുള്ളതാണെങ്കിൽ നമുക്ക് TTC മതിയാവും. ഓക്കെ, അപ്പൊ സോ ഈ BEd എന്ന് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. 1 ഇയർ കോഴ്സ് ആണ്. ഇടയ്ക്ക് 2 ഇയേഴ്സ് ആക്കിയായിരുന്നു. ഇപ്പൊ വീണ്ടും അത് 1 ഇയറിലേക്ക് ആക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സോ ആ ഒരു 1 ഇയർ കോഴ്സ് നമ്മൾ അത് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അറബ് നേഷൻസിൽ പോവാം, അവിടെയുള്ള സ്കൂൾസിലും വർക്ക് ചെയ്യാം. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഈ പറയുന്ന ബഹ്റിൻ അതുപോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് സ്കൂൾസിൽ വർക്ക് ചെയ്യാറുണ്ട്. ഇന്ത്യൻ സ്കൂൾസും അറബ് സ്കൂൾസും എല്ലാം ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. നല്ല പേയ്മെന്റ് ആണ്, നല്ല സാലറി ആണ്. നമുക്ക് താമസവും സൗകര്യവും എല്ലാം കൂടി ചേർത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ കിട്ടുന്ന സ്കൂൾസ് ഉണ്ട്. അപ്പൊ അതുപോലെ നല്ല പാക്കേജസ് ഉള്ള സ്കൂൾസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ജോബ് എന്നുള്ളതിന് ഉപരി നമുക്ക് ഈ പറഞ്ഞ രാജഗിരി അതുപോലുള്ള വലിയ വലിയ സ്കൂൾസ് ഉണ്ട്. അവിടെയൊക്കെ നല്ല പേയ്മെന്റ് ഉണ്ട്. സോ അങ്ങനെയുള്ളൊരു സാലറി ഒക്കെ കിട്ടണമെങ്കിൽ നല്ലപോലെ നമുക്ക് എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതുകൂടാതെ നമ്മുടെ ഡിഗ്രി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ പറഞ്ഞ MA BEd അതുപോലുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സെക്ടറിലെ സ്കൂളുകളിലും നമുക്ക് കയറാൻ പറ്റും. കോളേജിലാണെങ്കിൽ MA+ നെറ്റ് ആണ് അവിടെ വേണ്ടത്. ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ പറയുന്ന പോലെ ഈ പറയുന്ന നിങ്ങൾ ഗാർഡിയൻ, ലേൺ വൈസ്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ സോ ഇവിടെയൊക്കെ നമുക്ക് എൻട്രി, ഇങ്ങനെ ഒരുപാട് ആപ്പുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അവിടെയൊക്കെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്.
അപ്പൊ ഈ പറയുന്ന ടീച്ചിങ് വേക്കൻസീസ് വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അവിടെയൊക്കെ നമ്മളൊരു ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും കമ്മിറ്റഡ് അല്ല. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അക്കാഡമികളിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എഴുതി കയറുന്ന സ്കൂൾ മാത്രമല്ല, അല്ലാണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആസ് എ ടീച്ചറിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഗവൺമെന്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. അതുകൂടാതെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് മീഡിയ ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസാർ ഭാരതി, നമ്മൾ ഈ പറയുന്ന റേഡിയോയിലൊക്കെ അല്ലെ, പിന്നെ അതുകൂടാതെ ടെലിവിഷനിലൊക്കെ ഈ പറയുന്ന ന്യൂസ് റീഡറായിട്ടും ന്യൂസ് റിപ്പോർട്ടറായിട്ടും ഇങ്ങനെയൊക്കെ കയറാം. ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഇതുകൂടി വേണ്ടി വരും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഒക്കെ പഠിക്കേണ്ടി വരും. ആ ഒരു കോഴ്സ് കൂടി ചെയ്യേണ്ടി വരും. അത് ഒരു എക്സ്ട്രാ കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം കോഴ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ അലോങ് വിത്ത് ആഫ്റ്റർ എം എക്കോ അല്ലെങ്കിൽ BAക്കോ ശേഷം മാസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ചെറിയ കോഴ്സസ് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടറായിട്ടോ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ന്യൂസ് റീഡറായിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ചാനലുകൾക്ക് അല്ലെങ്കിൽ റേഡിയോ ഇതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് ലാംഗ്വേജ് സർവീസുകൾ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. അവിടെയും നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ചവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടന്റ് റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ഈ പറയുന്ന ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ shanti.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചു. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ മാരേജ് ബ്യൂറോ ആണ്, മാട്രിമോണി പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ കോണ്ടന്റ് കണ്ടിട്ട് വേണം ആൾക്കാർ വരാനായിട്ട്, അല്ലെ. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം ഉറപ്പാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി പിടിപ്പിക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങളോട് ആവശ്യപ്പെടും നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ല ലാംഗ്വേജ് റൈറ്റിംഗ് സ്കിൽ ഉള്ളവർക്കാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല ഫ്ലോയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ലപോലെ എഴുതാനായിട്ടുള്ള കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ യു ക്യാൻ ബി എ കോണ്ടന്റ് റൈറ്റർ. നിങ്ങൾക്കൊരു കോണ്ടന്റ് റൈറ്റർ ആയിട്ട് വരാനായിട്ട് പറ്റും. അവിടെ മാർക്കറ്റിംഗ് ഫീൽഡാണ്, ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണെന്നാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നെറ്റിൽ ഗൂഗിളിലാണ് നമ്മൾ എല്ലാവരും സെർച്ച് ചെയ്യാറ് കൂടുതൽ പേരും. ഗൂഗിളിൽ നമ്മൾ എന്താ കീവേഡ്സ് അടിച്ചു കൊടുക്കും, അല്ലെ. ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കിനും കീവേഡ്സ് അടിച്ചു കൊടുക്കും. അപ്പൊ കീവേഡ്സ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ആ കീവേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കീവേഡ്സ് ഒക്കെ നമ്മളുടെ ആ ഒരു കോണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോണ്ടന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സഡൻലി നമ്മൾ ഈ കീവേഡ് അടിക്കുമ്പോൾ തന്നെ എന്താണ് ആദ്യം വരുന്നത് നമ്മളുടെ വെബ്സൈറ്റ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ നമുക്കറിയാം ഈ പറയുന്ന യൂസർ അല്ലെങ്കിൽ കൺസ്യൂമർ യൂസ് ചെയ്യാൻ പോകുന്ന വേർഡ്സ്, സെർച്ച് ചെയ്യാൻ പോകുന്ന വേർഡ്സ് ഇന്നതാണ്. അപ്പൊ ആ വേർഡ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രാൻഡഡ് ഷൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിലയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ആണ്. അപ്പൊ അവിടെ ഫസ്റ്റ് തിങ് നമുക്ക് വരുന്നത് ബ്രാൻഡഡ്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന ചുമ്മാ ഇങ്ങനെ ആയിരിക്കും, ബ്രാൻഡഡ് ഷൂസ് എന്ന് പറഞ്ഞ സ്പോർട്സ് ഷൂസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആസ് എ കോണ്ടന്റ് റൈറ്റർ ഞാൻ ഈ ഒരു മനസ്സ് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ഈ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ എന്താണ് ചെയ്യാൻ പോണത്, കസ്റ്റമർ എന്താണ് ടൈപ്പ് ചെയ്യാൻ പോണത്, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്താണ്, നമ്മളുടെ വെബ്സൈറ്റ് ആദ്യം വരും, കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ കയറും, ആ വെബ്സൈറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കും. അത് നമുക്കൊരു ക്രെഡിറ്റ് ആണ്, നമ്മുടെ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളാണ് ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ കണ്ടന്റ് റൈറ്റിംഗിൽ വരുമ്പോൾ ഡിജിറ്റൽ കണ്ടന്റ്, ബ്ലോഗിംഗ്, SEO റൈറ്റിംഗ്, അതായത് ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിനിൽ പെട്ടെന്ന് നമ്മുടെ വർക്കുകൾ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി മീഡിയ ആൻഡ് ജേർണലിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ്, ബ്രോഡ്കാസ്റ്റ്, ഓക്കെ, ഇങ്ങനെയുള്ള റോൾസിലേക്ക് വരാം. ഇവിടെയൊക്കെ കൂടുതൽ പേരും ലിറ്ററേച്ചർ എടുത്തിട്ടുള്ളവരാണ്. ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് BA അല്ലെങ്കിൽ MA ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം പോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്യാൻ പറ്റും, അല്ലെ. അല്ലെങ്കിൽ മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സസ്, എക്സ്ട്രാ കോഴ്സസ് നമുക്ക് വേണ്ടി വരും. ഓക്കെ. ചിലർക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഇന്റേൺഷിപ്പ് പോലെ ഈ പറയുന്ന മനോരമ അതുപോലുള്ള ന്യൂസ് ചാനലുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് യു ക്യാൻ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഓപ്ഷൻസ് ഉള്ള
മീഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് റിപ്പോർട്ടർ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് റീഡർ ആവാം, ഓക്കെ, അല്ലെങ്കിൽ എഡിറ്റിംഗിൽ അവിടെ വർക്ക് ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ സ്കിൽ, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഏതാണോ നിങ്ങളുടെ സ്കില്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവിടെ പോയി ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേസ്ഡ് ആവാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അനദർ ജോബ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂസ് ചാനലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ പറഞ്ഞ ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഉണ്ട്. പിന്നെ അതുകൂടാതെ പബ്ലിഷിംഗ് ആൻഡ് എഡിറ്റിംഗിൽ വരുമ്പോഴത്തേക്കും ട്രഡീഷണൽ ഓർ ഈ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ട്രഡീഷണൽ പബ്ലിക്കേഷനിലൊക്കെ നമുക്ക് വേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിഷിംഗ് ഹൗസിലൊക്കെ അവിടെ എഡിറ്റേഴ്സ് വേണ്ടി വരും, അല്ലെ? നമ്മൾ അത് എഡിറ്റ് ചെയ്യാനും അത് പ്രൂഫ് റീഡ് ചെയ്യാനൊക്കെ ആള് വേണ്ടി വരും. ഓക്കെ, ഇനി കോർപ്പറേറ്റ് റീജിയൽ അറീനയിലേക്ക് വരികയാണെങ്കിൽ വി നീഡ് PR. ഓക്കെ, PR വേണം. അതാണ് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് അവിടെ എന്ന് പറയുമ്പോൾ ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് നമ്മളെ പബ്ലിക്കുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പബ്ലിക്കുമായിട്ട് മാത്രമല്ല, എന്താ പറയാ, എംപ്ലോയ്മെന്റുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടി വരും. ഇവിടെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യേണ്ടി വരും, ആൾക്കാരായിട്ട് സംസാരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെയാണ് എടുക്കുക. കൂടുതലും ഈ പറഞ്ഞ ലിറ്ററേച്ചർ പഠിച്ചവർക്ക് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. only if you improve your skill, അല്ലെ? നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവിടേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരത്തുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ 4 സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഈ 4 സ്കില്ലിനെ ബേസ് ചെയ്താണ് ഈ പറയുന്ന ജോലികളെല്ലാം വരുന്നത്. കോണ്ടന്റ് റൈറ്റിംഗ് പറഞ്ഞിരുന്നു നമ്മൾ. കോണ്ടന്റ് റൈറ്റർ, SEO റൈറ്റർ, കോപ്പി റൈറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വെബ്സൈറ്റില്, പിന്നെ ബ്ലോഗിങ്ങില്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ 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 ഈ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ഹയർ ചെയ്യാനുണ്ട് ആൾക്കാരെ. അപ്പൊ ഇത്ര രൂപ കൊടുത്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം, അവരുടെ കോണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ്, അല്ലെ? ബ്രാൻഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കോണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റൈറ്റിംഗ് പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. റൈറ്റിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാതെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു റൈറ്റിംഗ് സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ട്, അവരെ കാണിക്കാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലേ? നമ്മളുടെ സ്കില്ല് കാണിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾസും ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ സെമിനാർസ് അതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നമുക്കൊരു ബ്ലോഗ് ഉണ്ടായിരിക്കണം. ബ്ലോഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഐ ഹാവ് ദിസ് ബ്ലോഗ്, ഐ wrote so many things in this blog എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ബ്ലോഗ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അതുപോലുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്തൊക്കെ നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി മീഡിയ ആൻഡ് ജേർണലിസത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ റൈറ്റിംഗ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. മീഡിയ, ന്യൂസ് ചാനലുകൾ മാത്രമല്ല, പത്രങ്ങളിലും വർക്ക് ചെയ്യാം, ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ റിപ്പോർട്ടർ ആയിട്ട്, ജേർണലിസ്റ്റ് ആയിട്ട്, ന്യൂസ് എഡിറ്റർ ആയിട്ട്, TV റേഡിയോ ആങ്കർ ആയിട്ട്, ഡിജിറ്റൽ എഡിറ്റർ ആയിട്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രൊവൈഡഡ് നമ്മൾ എവിടെ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. ചില സമയത്ത് വേണ്ടി വരില്ല. നമ്മൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വി ഡോണ്ട് നീഡ് ദീസ് സർട്ടിഫിക്കറ്റ് കോഴ്സസ്. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സസിന്റെ ആവശ്യമേ വരത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്കില്ല്, നമ്മൾ ഈ ഒരു PG അല്ലെങ്കിൽ ഡിഗ്രി എഴുതിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗോൾ കൂടി ഉണ്ടാവണം. നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കും. അല്ലെങ്കിൽ വിതിൻ 6 months or 1 year ഐ വിൽ ബി മാസ്റ്ററിംഗ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ. ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും ഞാൻ ഇംപ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ മൈ റൈറ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്തിരിക്കും എന്ന് നമ്മൾ ഒരു ടാർഗറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസൈസ് ആയിട്ട് എഴുതാൻ പറ്റണം. പെട്ടെന്ന് നമുക്ക് ഒരു ഡെഡ് ലൈനിൽ തന്നിട്ടുണ്ടാവും. ആ ഒരു ഡെഡ് ലൈനിൽ നമുക്ക് ആ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ എഴുതി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്കിൽസ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കോഴ്സ് ഇൻ ജേർണലിസം ആണ്. ഒരു ജേർണലിസ്റ്റിന് വേണമെങ്കിൽ ഒരു കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇവരുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ ഈ ഒരു PG അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസ് കൂടി നോക്കി വെച്ചോളുക. ഓക്കെ, ഇനി പബ്ലിഷിംഗ് ആൻഡ് എഡിറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ബുക്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും പ്രൂഫ് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പബ്ലിഷിംഗ് ഹൗസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്ക് വരുമ്പോൾ അത് പലതവണ പ്രൂഫ് റീഡ് ചെയ്യും. അത് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് ആള് വേണം. ആ ഒരു ലാംഗ്വേജിൽ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള
ആൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല റീഡിംഗ് സ്കിൽ ഉള്ളവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. നല്ല പേയ്മെന്റ് ഉള്ള ജോലികളാണ് ഇവിടെ കിട്ടുക. ഓക്കെ. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള പബ്ലിഷേഴ്സ് ഉണ്ടാവാം, ഈ പബ്ലിഷിംഗ് ഹൗസസ് ഉണ്ടാവാം, അല്ലെ, മാഗസിൻസ് ഉണ്ടാവാം, ഓൺലൈൻ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഉണ്ടാവാം. അതായത് ഇപ്പോ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് നോട്ട്സ് വേണ്ടി വരും, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നോട്ട്സ് വേണ്ടി വരും. ആ നോട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ തന്നെ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊച്ചു കൊച്ചു റേഡിയോകളുണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് റേഡിയോകളുണ്ട് കൊച്ചു. മുംബൈയിൽ ഇപ്പൊ ഐ എം വർക്കിംഗ് ഇൻ മുംബൈ റേഡിയോയിൽ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട കുട്ടികളുടെ റേഡിയോ ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട കോണ്ടന്റ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കൊരു പേയ്മെന്റ് തരും. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചിട്ട് നമുക്കൊരു പേയ്മെന്റ് തരും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഈ റേഡിയോ മാത്രമല്ല, ഒരുപാട് TV ഷോസ് ഉണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വേണം അവർക്ക്, അല്ലെ? ആ സ്ക്രിപ്റ്റ് ഒക്കെ ഒരു എന്തൊക്കെ പറയണം എന്നുള്ളത് അവരെല്ലാം ഒരു സ്ക്രിപ്റ്റ് വെച്ചാണ് നടക്കുന്നത്. ആ ഒരു സ്ക്രിപ്റ്റ് അവർ പറയേണ്ട ഡയലോഗ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ ചാനലിലും ഉണ്ട്, എല്ലാ പ്രോഗ്രാമിനും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട, ഓൺ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് സ്കിൽ, പിന്നെ സ്റ്റൈൽ ഗൈഡ്സ്, പല സ്റ്റൈൽ ഗൈഡ്സും നമ്മളിവിടെ പഠിച്ചിരിക്കണം. ഇതിനൊക്കെ ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. റീഡിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിസണിങ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഇനി കോർപ്പറേറ്റ് മാനേജ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ആണെങ്കിൽ നമുക്കിവിടെ ഈ നേരത്തെ പറഞ്ഞ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, ഈ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. ഒരു മാനേജ്മെന്റ് ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലും നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പ്രസ് റിലീസുകൾ, ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു ഹോസ്പിറ്റലിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് വെച്ചു. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് അവരുടെ പ്രസ് റിലീസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവന്റ്സ് അവർ ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ചില ക്രൈസിസുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് അവര് റിലൈ ചെയ്യുന്നത് ഇതുപോലെ ഉള്ള ആൾക്കാരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ MA ലിറ്ററേച്ചർ അല്ലെങ്കിൽ BA ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് നല്ല സ്കില്ലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നല്ല എഴുതാൻ കഴിവുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. അപ്പൊ അവിടെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഭയങ്കര നമുക്ക് തലവേദന പിടിച്ച ജോലികളൊന്നും അല്ല ഇത്. നമുക്ക് റിലാക്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോ ന്യൂസുകൾ എല്ലാ മാസവും ചില എന്താ പറയാ ഹോസ്പിറ്റലുകളിൽ പരസ്യം കൊടുക്കണം കണ്ടിട്ടുണ്ടാവും, അല്ലെ? എല്ലാ മാസവും പരസ്യം ഉണ്ടാവും. ആ ഒരു പരസ്യത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? അതൊക്കെ ഈ പറയുന്ന കോണ്ടന്റ് റൈറ്റേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവര് ഹയർ ചെയ്ത ആൾക്കാരുണ്ടാവും. ഓക്കെ. അപ്പൊ അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഒരു 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 ചെക്കപ്പ് നടക്കാൻ പോകുന്നു ആ ഹോസ്പിറ്റലിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രസ് റിലീസ് വേണം. അപ്പൊ അത് പെട്ടെന്ന് അവിടേക്ക് ആരെങ്കിലും ഡോക്ടേഴ്സോ നഴ്സോ അങ്ങനെ അവരാരും അല്ല ചെയ്യുന്നത്. ഇവിടെ പബ്ലിക് റിലേഷൻ ഓഫീസർ അതുപോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവരാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് ബിസിനസ് റൈറ്റിംഗ്, പ്രൊഫഷണൽ എറ്റിക്വേറ്റ് ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ്. അതായത് ഇവിടെ ബിസിനസ് റൈറ്റിംഗ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നിക്കൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബിസിനസ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ തന്നെയുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഏരിയയിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെക്നിക്കൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഫ് യു ആർ വർക്കിംഗ് ഫോർ എ ഫ്രിഡ്ജിന്റെ കമ്പനിയാണ്, വേർപൂൾ അങ്ങനെ എന്തെങ്കിലും കമ്പനിയാണ്. അപ്പൊ അതിന്റെ മാനുവൽ ഒക്കെ ഉണ്ടാവും, അല്ലെ? ആ മാനുവലിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കൽ റൈറ്റിംഗ് നമ്മൾ അല്ലെങ്കിൽ ബിസിനസ് റൈറ്റിംഗ് പോലുള്ള അത് ചെറിയ കോഴ്സ് ആയിട്ട് തന്നെയുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് അങ്ങനെയായിരിക്കണം, ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ആയിരിക്കണം. അവിടെ നമ്മൾ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ട് ഒരുപാട് എഴുതേണ്ട കാര്യമില്ല. അവിടെ ഫാക്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്, അത് എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിൽ ഈ പറയുന്ന മിക്കവാറും ഈ പറയുന്ന കോർപ്പറേറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റുകളിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ ആവശ്യമാണ്. നല്ല പേയ്മെന്റ് കിട്ടും, ഭയങ്കര തലവേദന പിടിച്ച ജോലികളൊന്നും അല്ല. only thing is you have to improve your skill. നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ.
തലവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വർക്ക് ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഭയങ്കരമായ പ്രഷർ ഇല്ലാത്ത ജോലികളാണ് കേട്ടോ. ഇനി എമേർജിംഗ് ഫീൽഡ്സ് ആണ്. നമുക്കിപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ AI ഒക്കെ വന്ന സ്ഥിതിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ലേഷൻ ഉണ്ട്, ടെക്നിക്കൽ റൈറ്റിംഗ്, അതാണ് ടെക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് റൈറ്റിംഗ് എന്ന് പറയും, UX റൈറ്റിംഗ് എന്ന് പറയും. അപ്പൊ ഇവിടെ മാനുവൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഗൈഡ് അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് ടെക്സ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വേണം, അല്ലെ? അതായത് നമ്മൾ ഒരു എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിന്റെ കൂടെ കുറച്ച് പേപ്പേഴ്സ് കാണും, അതിന്റെ അകത്ത് ഒരുപാട് കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവും, അല്ലെ? അതിന്റെ അകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ എഴുതാനായിട്ടും ആൾക്കാർ വേണം. ഓക്കെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, ഇമെയിൽ ക്യാമ്പയിൻസ്, അല്ലെ? നമുക്ക് ഇമെയിലിലൂടെ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഇന്ന അവാർഡ് കൊടുക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് മെസ്സേജസ് അല്ല ഞാൻ പറയുന്നത് ക്യാമ്പയിൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്ന മാഗസിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കൂ only for 3 months എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ വരും. ആ മാഗസിൻ എടുക്കണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അതുപോലെ ക്യാച്ചി ആയിട്ടുള്ള ലൈൻസ് അതിൽ എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാനായിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അവർ ഹയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചില കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ. അതാണ് ഈ പറഞ്ഞ ഇമെയിൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അനലിറ്റിക്സ്. ഓക്കെ. ഇനി ബൈലിംഗൽ, മൾട്ടിലിംഗൽ, ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ലാംഗ്വേജ് എങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു ബുക്ക് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ നമുക്ക് ആരാണ്, ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ മൾട്ടിലിംഗ്വൽ പ്രൊഫഷ്യൻസി ഉള്ളവർക്ക് ഇവിടെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. ഇനി ഇൻഡസ്ട്രി എക്സ്പെക്ടേഷൻസ് ആൻഡ് കീ സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ വേണം. ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും റൈറ്റ് ചെയ്യാനും ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയുന്ന ഡേറ്റ സിന്തസൈസ് ചെയ്യാനും അത് ഒരു എന്താ അനലൈസ് ചെയ്ത് നമുക്കത് തിങ്ക് ചെയ്ത് ഒരു എന്താ പറയാ, നമുക്കൊരു ഡേറ്റ കിട്ടുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാനും അതിനെപ്പറ്റി ഒരു ഡേറ്റ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് കഴിയണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോണ്ടന്റ് മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. അതായത് ഡിജിറ്റൽ ലിറ്ററസി വേണം. അതായത് നമുക്ക് നമ്മളിപ്പോ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാം നമുക്ക് ഫോണിൽ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ഏകദേശം ഒരുവിധം വേർഡെങ്കിലും മിനിമം യൂസ് ചെയ്യാനായിട്ട് അറിയായിരിക്കും, അല്ലെ? അതുപോലെ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഡിജിറ്റൽ ടൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അങ്ങനെയുള്ള ടൂൾസ്, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാ, അല്ലെ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ അതിന്റെ അകത്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് എല്ലാവരും, ആരും തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇൻസ്റ്റയിലും ത്രെഡിലും ഒക്കെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ സ്റ്റോറി ഇടുമ്പോഴത്തേക്കും എന്താണ്, നിങ്ങൾ യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ ഇമാജിനേഷൻ, നിങ്ങളുടെ ഇമാജിനേഷനിൽ നിന്നാണ് നിങ്ങൾ ഇടുന്നത് ശരിക്കും. ഓക്കെ. ആൻഡ് ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്, ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും. സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ടീമിൽ ഒരു നല്ലൊരു എന്താ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെയുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. പിന്നെ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്, അതിനൊക്കെയുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസ് ആയിട്ട് വരും. ഇതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് സ്കില്ലുകളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ, ഫോർ കരിയർ ഡെവലപ്മെന്റിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ് ഈസ് ബിൽഡ് എ പോർട്ട്ഫോളിയോ. നിങ്ങളുടെ കരിയറിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു പോർട്ട്ഫോളിയോ, നിങ്ങളുടേതായ ഒരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ പറഞ്ഞു നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ്, നമ്മുടെ ഫോക്കസ് എപ്പോഴും എവിടെയായിരിക്കണം, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലായിരിക്കണം. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾ ഈ മാസം ഞാൻ എന്ത് ചെയ്തു, ഈ മാസം എന്റെ പ്രൊഫൈലിലേക്ക് വാട്ട് ഐ കുഡ് ആഡ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ. എന്താണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. അപ്പൊ ആ ഒരു ഗോൾ വെച്ചുകൊണ്ട് തന്നെ വേണം നീങ്ങാനായിട്ട്. ഞാനൊരു പേപ്പർ പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോഗിൽ, എന്റെ സ്വന്തം ബ്ലോഗിൽ ഞാൻ ഒരു ഷോർട്ട് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്, നിങ്ങൾ ഇത് ചെയ്തു, അല്ലെ? ഈ ഒരു PG അല്ലെങ്കിൽ UG കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതർ ദാൻ യുവർ ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റ് കൂടാതെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാക്കാൻ പറ്റും, അതാണിത്. അപ്പൊ ആർട്ടിക്കിൾ ഉണ്ടാക്കാം, ക്രിയേറ്റീവ് പീസസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ. പിന്നെ ഇത് കൂടാതെ ഇന്റേൺ അല്ലെങ്കിൽ ഫ്രീലാൻസ്, അല്ലെങ്കിൽ അതായത് എന്താ പറയാ, ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇന്റേൺസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട് ടൈം ആയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ടാർജറ്റ് കോഴ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ PR
അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഓർഗനൈസർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഷോർട്ട് എഡിറ്റിംഗ് ട്രെയിനിങ്, എഡിറ്റേഴ്സിനുള്ള അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളാണ് ഇതെല്ലാം. ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കോഴ്സസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഡിഗ്രിയോടൊപ്പം തന്നെ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന കുറേ കോഴ്സസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്. ഇനി നിങ്ങൾ നമുക്കൊരു നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരെയൊക്കെ റിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു മെന്റർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല അതിനുശേഷവും നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ എപ്പോഴും ഒരു നല്ലൊരു ഗ്രൂപ്പ്, നല്ലൊരു എന്താ പറയാ ഒരു നെറ്റ്വർക്ക് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പാസ്റ്റ് അലുമിനി മെമ്പേഴ്സ് ഉണ്ട്, അതായത് കൂടെ പഠിച്ചവരുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സീനിയേഴ്സ്, ജൂനിയേഴ്സ് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുക, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും യു ഹാവ് ടു കീപ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ മെന്റർ ആൻഡ് യുവർ പിയർ ഗ്രൂപ്പ്. നിങ്ങളുടെ പിയർ ഗ്രൂപ്പുമായിട്ട്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോലേണേഴ്സുമായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും യൂസ്ഫുൾ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ യുവർ ഡിഗ്രി PG ഈസ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ആൻഡ് ബിൽഡ് ഓൺ ഇറ്റ് വിത്ത് ക്രിയേറ്റീവ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇവിടെ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് നീങ്ങുക. ഫോക്കസ് ഓൺ യുവർ പേഴ്സണൽ ഗ്രോത്ത്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ജേർണിയിൽ പലർക്കും പല പേസാണ്. ഡോണ്ട് വറി, അതിനൊന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ പേസിൽ, നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു എൻഡ് മൈ ടോക്ക് വിത്ത് എ സ്മോൾ കോട്ട്: ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. അതായത് യുലിസിസിൽ പറയാനാണ് ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. അതായത് നമ്മുടെ ലൈഫിന്റെ മൊത്തം നമ്മൾ ആസ്വദിച്ച് തന്നെ ജീവിക്കുക. പക്ഷെ ആ ആസ്വാദനം നടത്തണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന്, നിങ്ങളുടെ ഡെവലപ്മെന്റിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെക്ഷൻ. താങ്ക് യു ആൻഡ് താങ്ക് യു LearnWise ഫോർ ഗിവ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല മുമ്പോട്ട് പോകുമ്പോൾ എന്താണെന്ന്. ഡിഗ്രി എടുക്കുന്നു, ഡിഗ്രിക്ക് പോകുന്നു, PGക്ക് പോകുന്നു, എന്താണ് ഇനി അടുത്തതിന് BEd ആണോ, എങ്കിൽ BEdന് പോയേക്കാം. അങ്ങനെ ഒരു പോക്കായിരുന്നു. അല്ലാണ്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്, ഇത് കൂടാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വേൾഡ് ഉണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ്. സോ താങ്ക് യു. Thank you, Sita ma'am. Thank you for such an inspiring session. സോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു MA അല്ലെങ്കിൽ ഒരു BA ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും മുന്നിലുണ്ടാവും. അധികം പേർക്കും ടീച്ചിങ് എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും മുന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക. നമുക്ക് ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരുവിധം എല്ലാ സെക്ടേഴ്സിലും നമ്മളെ ഇംഗ്ലീഷുകാരുടെ ഒരു കയ്യൊപ്പ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മീഡിയ, ജേർണലിസം, പബ്ലിഷിംഗ്, എഡിറ്റിംഗ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു സെഷനിലൂടെയാണ് മിക്കവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത്രയും ഇൻസ്പയറിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ എടുത്തു തന്നിട്ടുള്ള സീത മാമിന് താങ്ക് യു. സോ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് വരുന്നത്: take any one occupation or field that we talked about in the session and explore more on that and share your findings in the group chat. So ഇന്നത്തെ ഈ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ മാം ഇന്ന് ഒരുപാട് ഒക്യുപ്പേഷൻ, നിങ്ങൾക്ക് എത്രയൊക്കെ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഫീൽഡിലേക്കും നമുക്ക് മാറാം, അല്ലെങ്കിൽ എന്തൊക്കെ ജോലി ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ ഇംഗ്ലീഷുകാർക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിനകത്ത് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ചൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അതിന് ഇന്റർനെറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് വേണമെങ്കിൽ ഒരു ഇൻസൈറ്റ് പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിന് ഷെയർ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് വരുന്നത്. സോ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളെ മെന്റേഴ്സ് ഈ ഒരു ആക്ഷൻ ടാസ്കിന്റെ ഈ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരും. സോ അത് നിങ്ങൾ നാളെ ആകുമ്പോഴത്തേക്കും നിങ്ങളെ മെന്റേഴ്സിന് അതിന്റെ ആൻസേഴ്സ് ഷെയർ ചെയ്യുക കേട്ടോ.
സോ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ സീതാ മാം, താങ്ക് യു ഫോർ ജോയിനിങ്. മാമിന്റെ ഒരു ബിസി സ്കെഡ്യൂളിന്റെ ഇടയിൽ നമ്മുടെ ലേണേഴ്സിന് വേണ്ടി ടൈം കണ്ടെത്തി വന്നിട്ട് ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുള്ള മാമിന് താങ്ക് യു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ ലേണേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സിലെ മെന്റേഴ്സ് ആയിട്ടുള്ള അശ്വതി, ദുർഗ, താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഓൾ.